ക്വാളിറ്റിയുള്ള ആളാണോ അല്ലയോ എന്നായിരുന്നു ലാലേട്ടന്റെ ചോദ്യം. ജാസ്മിന് നേരെ മോശം ആംഗ്യം കാണിച്ച സിബിനെ ചോദ്യം ചെയ്ത് ലാലേട്ടൻ. ചില ആംഗ്യങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ലാലേട്ടൻ ക്വാളിറ്റി ഇല്ലാത്തവരുടെ ഷോ ആണിത് എന്ന് തോന്നുന്നുണ്ടോ എന്ന് അപ്സരയോടും അർജുനോടും ലാലേട്ടൻ ചോദിച്ചു. പിന്നാലെ സിബിനോട് ഈ ചോദ്യം ചോദിച്ചു. ഷോയിൽ ക്വാളിറ്റി ഇല്ലാത്തവർ ഉണ്ടെന്ന് തോന്നാറുണ്ട് എന്നാണ് സിബിൻ നൽകിയ മറുപടി. നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ അല്ലയോ എന്നായിരുന്നു ലാലേട്ടന്റെ മറു ചോദ്യം. എന്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്ന ആൾ ഞാനല്ല ലാലേട്ടൻ എന്നാണ് സിബിന്റെ മറുപടി. എന്നാൽ ഞാൻ ജഡ്ജ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ലാലേട്ടൻ, നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ചില മോശം ആംഗ്യം കാണിച്ചു, അത് ക്വാളിറ്റിയാണോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. അല്ലെന്ന് സിബിനും പറഞ്ഞു. ഇതിനിടയിൽ സിബിൻ തന്റെ ഭാഗം പറയാൻ വന്നപ്പോൾ ദേഷ്യത്തിൽ സംസാരിച്ച ലാലേട്ടൻ താൻ പറഞ്ഞിട്ട് പറയാമെന്ന് പറയുന്നു. വീട്ടിൽ നിങ്ങൾ ഇങ്ങനെ കാണിക്കുമോ എന്നാണ് ലാലേട്ടൻ ശേഷം സിബിനോട് ചോദിച്ചത്. എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ അല്ലയോ? ക്വാളിറ്റി ഇല്ലാത്തവരെ പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? അതൊരു മോശം കാര്യമാണ് സിബിനോട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ നന്നാക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ. നിങ്ങളോട് ആരോടും എനിക്ക് ദേഷ്യമില്ല. പക്ഷെ പറയുന്ന വാക്കുകൾ, ഈ ഷോ കണ്ട് അരച്ച് കലക്കി കുടിച്ചെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് ഒരു ചെറിയ കാര്യം വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് പതറുന്നു. എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ്. നിങ്ങൾ കളിക്കാൻ വേണ്ടി പോയിരിക്കുമല്ലേ? ആരെയും പറയാൻ സമ്മതിക്കില്ല. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ദേശത്തെ അടക്കാനും കൂടിയുള്ള ജോലിയാണ് ഇത്. മാറ്റമുണ്ടാവണം എന്ന് പറയേണ്ടത് പറയണം. ബഹുമാനം കൊടുക്കാതെ കിട്ടു എന്നും ലാലേട്ടൻ പറഞ്ഞു. പിന്നീട് മോശമാങ്ങിയ ആരോടെയാണ് കാണിച്ചതെന്ന് സിബിനോട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ആരോടുമായിട്ടില്ലെന്നാണ് സിബിൻ പറഞ്ഞത്. പിന്നീട് എന്തിനാണ് സോറി പറഞ്ഞതെന്ന് ലാലേട്ടൻ ചോദിച്ചു. ഞാനും ജാസ്മിനും ആയിരുന്നു തർക്കിച്ചത്. ഇതിനിടെ എന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ സോഫയിൽ ഇരിച്ചു. ഇപ്പോൾ ഷോ ഓഫ് എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അറിയാതെ സംഭവിച്ചു പോയതാണ് ലാലേട്ട. ഞാൻ പ്രൊവോക്ഡ് ആയിപ്പോയി. വളരെ വലിയൊരു തെറ്റാണ് എന്ന് സിബിൻ പറഞ്ഞു. സിബിന്റെ ആക്ടിന് ശേഷം സോറി അപ്സെറ്റ് ചെയ്തത് നല്ലത് എന്ന് ജാസ്മിനോട് ലാലേട്ടൻ പറഞ്ഞു. പിന്നാലെ എന്ത് ശിക്ഷയാണ് സിബിന് കൊടുക്കേണ്ടത് എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. ഒരു ശിക്ഷ സിബിൻ ഡയറക്റ്റ് നോമിനേഷൻ പോകും. അതുകൊണ്ട് പവർ ടീമിൽ നിന്ന് സിബിൻ പുറത്താവുകയും ചെയ്തു. ഇങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെ പവർ ടീമിൽ വെക്കും എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. പിന്നാലെ പവർ റൂമിൽ നിന്ന് ഇറങ്ങാൻ ബിഗ് ബോസ് സിബിനോട് പറയുകയും ചെയ്തു.